ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമായി സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത കുടുംബ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഒരു കുടുംബത്തിൻ്റെ ആന്തരിക പ്രശ്നങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച റിയലിസ്റ്റിക് കോമഡി ചിത്രമാണിത്. സിനിമയുടെ കേന്ദ്ര കഥാപാത്രം ആസിഫ് അലി അവതരിപ്പിക്കുന്ന സഹദേവനാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പരാതിയിൽ ഡൗറി കേസിൽ പ്രതിയാകുന്നു. സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയായ ഭർത്താവും പശ്ചാത്തലത്തിൽ തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളും. അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയുടെ സിനിമാറ്റോഗ്രഫിയും ബിജിബാൽ, മുത്തു, ക്രിസ്റ്റി, ജോബി എന്നിവരുടെ സംഗീതവും ചേരുമ്പോൾ ഈ സിനിമ സാമൂഹികവും മാനസികവുമായ ഒരു യാത്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആസിഫ് അലി തൻ്റെ കരിയറിലെ ഏറ്റവും മാനസികമായ കഥാപാത്രം അവതരിപ്പിക്കുന്നു. ചെറുതെങ്കിലും ശക്തമായ വേഷത്തിൽ തുളസി ഒരു മകൾ, ഭാര്യ എന്നീ വേഷങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നു. ജഗദീഷ് ഹാസ്യവും ആഴമുള്ള പ്രകടനമാണ് ചിത്രത്തിൽ ഉടനീളം കാഴ്ചവെച്ചിട്ടുള്ളത്. ചിത്രത്തിൽ ഹരിശ്രീ അശോകൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ അവസ്ഥകളും അയാളുമായുള്ള അടുപ്പവും സഹദേവനെ മാനസികമായി അലട്ടുന്നുണ്ട്. സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനായ സഹദേവൻ വിവാഹം കഴിക്കുന്നു. സ്ത്രീധനമൊന്നും ആവശ്യപ്പെടാതെ തന്നെ പെൺവീട്ടുകാർ 100 പവൻ സ്വർണം നൽകുന്നുണ്ട്. സഹദേവൻ ഒരു സാധാരണ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു പച്ചയായ ചെറുപ്പക്കാരൻ തന്നെയാണ്. അയാളുടെ ഭാര്യയാണെങ്കിൽ അയാളോട് അടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഭാര്യയുടെ അച്ഛനും ഭാര്യയ്ക്കും ആവശ്യം സ്ത്രീധനമായി നൽകിയ 100 പവൻ സ്വർണം തന്നെയായിരുന്നു. അത് നൽകാതെ വന്നപ്പോൾ അവർക്കിടയിൽ ഉണ്ടായ കാര്യമില്ലാത്ത വഴക്ക് പിന്നീട് കൊണ്ടുചെന്നെത്തിച്ചതാകട്ടെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമാണ്. കേസ് വാദിക്കാൻ തൻ്റെ വക്കീൽ എത്താത്തതിനെ തുടർന്ന് കോടതിയിൽ അയാൾക്ക് തന്നെ തൻ്റെ കേസ് വാദിക്കേണ്ടിയും വരുന്നുണ്ട്. കൗൺസിലർ പറഞ്ഞ പ്രകാരം ഭാര്യയുടെ കാമുകനെ അന്വേഷിച്ചിറങ്ങുന്ന സഹദേവൻ എത്തിപ്പെടുന്നതാകട്ടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉത്തരത്തിൽ തന്നെയായിരുന്നു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ സമൂഹത്തിൽ തെളിവുകൾക്ക് മാത്രം പ്രാധാന്യം നൽകുമ്പോൾ നിരപരാധിയായിട്ടും പലർക്കും നീതി നിഷേധിക്കപ്പെടുന്നത് ചിത്രത്തിൽ വ്യക്തമായി തന്നെ. ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമായി സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത കുടുംബ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഒരു കുടുംബത്തിൻ്റെ ആന്തരിക പ്രശ്നങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച റിയലിസ്റ്റിക് കോമഡി ചിത്രമാണിത്. സിനിമയുടെ കേന്ദ്ര കഥാപാത്രം ആസിഫ് അലി അവതരിപ്പിക്കുന്ന സഹദേവനാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പരാതിയിൽ ഡൗറി കേസിൽ പ്രതിയാകുന്നു. സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയായ ഭർത്താവും പശ്ചാത്തലത്തിൽ തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളും. അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയുടെ സിനിമാറ്റോഗ്രഫിയും ബിജിബാൽ, മുത്തു, ക്രിസ്റ്റി, ജോബി എന്നിവരുടെ സംഗീതവും ചേരുമ്പോൾ ഈ സിനിമ സാമൂഹികവും മാനസികവുമായ ഒരു യാത്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആസിഫ് അലി തൻ്റെ കരിയറിലെ ഏറ്റവും മാനസികമായ കഥാപാത്രം അവതരിപ്പിക്കുന്നു. ചെറുതെങ്കിലും ശക്തമായ വേഷത്തിൽ തുളസി ഒരു മകൾ, ഭാര്യ എന്നീ വേഷങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നു. ജഗദീഷ് ഹാസ്യവും ആഴമുള്ള പ്രകടനമാണ് ചിത്രത്തിൽ ഉടനീളം കാഴ്ചവെച്ചിട്ടുള്ളത്. ചിത്രത്തിൽ ഹരിശ്രീ അശോകൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ അവസ്ഥകളും അയാളുമായുള്ള അടുപ്പവും സഹദേവനെ മാനസികമായി അലട്ടുന്നുണ്ട്. സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനായ സഹദേവൻ വിവാഹം കഴിക്കുന്നു. സ്ത്രീധനമൊന്നും ആവശ്യപ്പെടാതെ തന്നെ പെൺവീട്ടുകാർ 100 പവൻ സ്വർണം നൽകുന്നുണ്ട്. സഹദേവൻ ഒരു സാധാരണ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു പച്ചയായ ചെറുപ്പക്കാരൻ തന്നെയാണ്. അയാളുടെ ഭാര്യയാണെങ്കിൽ അയാളോട് അടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഭാര്യയുടെ അച്ഛനും ഭാര്യയ്ക്കും ആവശ്യം സ്ത്രീധനമായി നൽകിയ 100 പവൻ സ്വർണം തന്നെയായിരുന്നു. അത് നൽകാതെ വന്നപ്പോൾ അവർക്കിടയിൽ ഉണ്ടായ കാര്യമില്ലാത്ത വഴക്ക് പിന്നീട് കൊണ്ടുചെന്നെത്തിച്ചതാകട്ടെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമാണ്. കേസ് വാദിക്കാൻ തൻ്റെ വക്കീൽ എത്താത്തതിനെ തുടർന്ന് കോടതിയിൽ അയാൾക്ക് തന്നെ തൻ്റെ കേസ് വാദിക്കേണ്ടിയും വരുന്നുണ്ട്. കൗൺസിലർ പറഞ്ഞ പ്രകാരം ഭാര്യയുടെ കാമുകനെ അന്വേഷിച്ചിറങ്ങുന്ന സഹദേവൻ എത്തിപ്പെടുന്നതാകട്ടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉത്തരത്തിൽ തന്നെയായിരുന്നു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ സമൂഹത്തിൽ തെളിവുകൾക്ക് മാത്രം പ്രാധാന്യം നൽകുമ്പോൾ നിരപരാധിയായിട്ടും പലർക്കും നീതി നിഷേധിക്കപ്പെടുന്നത് ചിത്രത്തിൽ വ്യക്തമായി തന്നെ. ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമായി സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത കുടുംബ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഒരു കുടുംബത്തിൻ്റെ ആന്തരിക പ്രശ്നങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച റിയലിസ്റ്റിക് കോമഡി ചിത്രമാണിത്. സിനിമയുടെ കേന്ദ്ര കഥാപാത്രം ആസിഫ് അലി അവതരിപ്പിക്കുന്ന സഹദേവനാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പരാതിയിൽ ഡൗറി കേസിൽ പ്രതിയാകുന്നു. സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയായ ഭർത്താവും പശ്ചാത്തലത്തിൽ തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളും.
അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയുടെ സിനിമാറ്റോഗ്രഫിയും ബിജിബാൽ, മുത്തു, ക്രിസ്റ്റി, ജോബി എന്നിവരുടെ സംഗീതവും ചേരുമ്പോൾ ഈ സിനിമ സാമൂഹികവും മാനസികവുമായ ഒരു യാത്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആസിഫ് അലി തൻ്റെ കരിയറിലെ ഏറ്റവും മാനസികമായ കഥാപാത്രം അവതരിപ്പിക്കുന്നു. ചെറുതെങ്കിലും ശക്തമായ വേഷത്തിൽ തുളസി ഒരു മകൾ, ഭാര്യ എന്നീ വേഷങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നു. ജഗദീഷ് ഹാസ്യവും ആഴമുള്ള പ്രകടനമാണ് ചിത്രത്തിൽ ഉടനീളം കാഴ്ചവെച്ചിട്ടുള്ളത്. ചിത്രത്തിൽ ഹരിശ്രീ അശോകൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ അവസ്ഥകളും അയാളുമായുള്ള അടുപ്പവും സഹദേവനെ മാനസികമായി അലട്ടുന്നുണ്ട്. സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനായ സഹദേവൻ വിവാഹം കഴിക്കുന്നു. സ്ത്രീധനമൊന്നും ആവശ്യപ്പെടാതെ തന്നെ പെൺവീട്ടുകാർ 100 പവൻ സ്വർണം നൽകുന്നുണ്ട്. സഹദേവൻ ഒരു സാധാരണ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു പച്ചയായ ചെറുപ്പക്കാരൻ തന്നെയാണ്. അയാളുടെ ഭാര്യയാണെങ്കിൽ അയാളോട് അടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഭാര്യയുടെ അച്ഛനും ഭാര്യയ്ക്കും ആവശ്യം സ്ത്രീധനമായി നൽകിയ 100 പവൻ സ്വർണം തന്നെയായിരുന്നു. അത് നൽകാതെ വന്നപ്പോൾ അവർക്കിടയിൽ ഉണ്ടായ കാര്യമില്ലാത്ത വഴക്ക് പിന്നീട് കൊണ്ടുചെന്നെത്തിച്ചതാകട്ടെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമാണ്. കേസ് വാദിക്കാൻ തൻ്റെ വക്കീൽ എത്താത്തതിനെ തുടർന്ന് കോടതിയിൽ അയാൾക്ക് തന്നെ തൻ്റെ കേസ് വാദിക്കേണ്ടിയും വരുന്നുണ്ട്. കൗൺസിലർ പറഞ്ഞ പ്രകാരം ഭാര്യയുടെ കാമുകനെ അന്വേഷിച്ചിറങ്ങുന്ന സഹദേവൻ എത്തിപ്പെടുന്നതാകട്ടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉത്തരത്തിൽ തന്നെയായിരുന്നു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ സമൂഹത്തിൽ തെളിവുകൾക്ക് മാത്രം പ്രാധാന്യം നൽകുമ്പോൾ നിരപരാധിയായിട്ടും പലർക്കും നീതി നിഷേധിക്കപ്പെടുന്നത് ചിത്രത്തിൽ വ്യക്തമായി തന്നെ